വെൽക്കം ടു ഫാമിലി മീഡിയ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വ്ളോഗാണ്. തൃശ്ശൂർ പൂമല ഡാമിലേക്കുള്ളൊരു ചെറിയൊരു യാത്രയാണ്. പെട്ടെന്ന് പ്ലാൻ ഇട്ടത് തന്നെ. തിരുവില്ലാമലയിൽ നിന്ന് വല്യച്ഛനും ഫാമിലിയും വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു. അവർ പൂമല ഡാമിൻ്റെ അവിടേക്ക് വരാനായിട്ട് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർക്ക് ഏകദേശം 40-45 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. പിന്നെ ഗായ്സ് പോണ വഴിക്ക് ഏതോ ഒരു പക്ഷി കണ്ടു. ആ പക്ഷീൻ്റെ പേര് എനിക്കറിയില്ല. അവസാനം ഗായ്സ് വെളിച്ചൻ്റെ ഫാമിലിയും എല്ലാവരും വന്നു. എന്നിട്ട് കുറച്ച് നേരം സംസാരിച്ച് നിന്നു. എന്നിട്ട് ഞങ്ങൾ പൂമല ഡാമിലേക്ക് നടന്നു. ഗായ്സ് പൂമല ഡാം. അപ്പോൾ ഞങ്ങൾ ആ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഗായ്സ് ഇതിൻ്റെ ചുറ്റും കാണാൻ നല്ല രസമാണ്. മൊത്തം പച്ചപ്പ് നിറഞ്ഞിട്ട്. പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണാം. പിന്നെ അവിടേക്ക് താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലിറങ്ങി. അവിടെ നിന്ന് കാണാനും ചുറ്റും നല്ല രസമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു ഗായ്സ്. പിന്നെ ഗായ്സ് ആ സ്റ്റെപ്പ് ഇറങ്ങിയ ശേഷം വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങിയാലാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഗായ്സ് ഞങ്ങൾ ഡാമിൻ്റെ അവിടെ എത്തിയപ്പോഴും കുറച്ച് സെൽഫി എടുത്തു. പിന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പോഴും വീണ്ടും സെൽഫി എടുത്തു. അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഇത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഗായ്സ് വെള്ളത്തിൻ്റെ അടുത്തുള്ള വ്യൂ. എല്ലാവരും വെള്ളത്തിലിറങ്ങിയപ്പോൾ ഞങ്ങൾക്കും വെള്ളത്തിലിറങ്ങാനായിട്ട് തോന്നി. എന്നിട്ട് ഞങ്ങളെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. പിന്നെ വെള്ളമായതുകൊണ്ട് തന്നെ കല്ലൊക്കെ എവിടെയാണെന്നൊന്നും അറിയില്ല. പിന്നെ നോക്കി ചവിട്ടിയില്ലെങ്കിൽ വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം നല്ല വഴുക്കലുണ്ട് അവിടെ. അപ്പോൾ നോക്കിയൊക്കെ ചവിട്ടണം. എന്നിട്ട് ഞങ്ങളെല്ലാവരും പിടിച്ചിട്ടൊക്കെ ആയിരുന്നു അവിടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കല്ലൊക്കെ ഉണ്ടായിരുന്നു ചവിട്ടാനായിട്ട്. അപ്പോൾ അവിടെ നിർത്തി ഞങ്ങളെ. അവിടെ എത്തിയിട്ട് പിന്നെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലത്തെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കൈയൊക്കെ കൊണ്ടിട്ട് സ്ലോ മോഷൻ പോലെ വെറുതെ ഒരു റീൽ എടുത്തു. പിന്നെ എല്ലാവരും ആ സ്റ്റെപ്പിൽ കയറിയപ്പോൾ പിന്നെ റീൽസായി, ഫോട്ടോസായി, വീഡിയോസായി, അങ്ങനെ എല്ലാം ആയി. പിന്നെ ഞങ്ങൾ കുറച്ച് സ്ലോ മോഷൻ പോലെ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആട്ടലായിരുന്നു പണി. വെറുതെ വെള്ളം ഇങ്ങനെ തട്ടി കളിക്കുക. അടിപൊളിയല്ലേ. പിന്നെ വെള്ളമൊക്കെ ആയിട്ട് ഡ്രസ്സ് മൊത്തം നനഞ്ഞു എന്ന് വേണം പറയാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗായ്സ് രണ്ടുപേരും കൂടിയിട്ട് ചെറിയൊരു റീൽസ് എടുത്തു ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ അവിടെയിട്ട്. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ഒറ്റയ്ക്കൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് എടുത്തു. ഇതാണ് ഗായ്സ് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു കാട് പോലത്തെ ഒരു സ്ഥലം. അങ്ങോട്ടൊക്കെ കയറിപ്പോയിക്കിന് നല്ല ഇരുട്ടാണ്. പിന്നെ ഇതാ വീണ്ടും രണ്ടുപേരും കൂടിയിട്ടുള്ളതുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അതെടുത്തു. പിന്നെ മൊത്തം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മൊത്തമുള്ള വ്യൂ ആയി. പിന്നെ ഗായ്സ് നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഡാമിൻ്റെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും പിന്നെ കുറച്ച് ഡാൻസ് റീൽസും എടുത്ത് അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണിവാവയുടെ ചെറിയൊരു റീൽസ് എടുത്തു. അതിൻ്റെ ശേഷം പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു മൊത്തം. പിന്നെ എല്ലാതും കഴിയാറായപ്പോൾ ഡാമിൻ്റെ അവിടെ വെച്ചിട്ട് ഫോട്ടോയായിരുന്നു ഗായ്സ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഗായ്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ തൃശ്ശൂരിൻ്റെ അടുത്തുള്ള ഒരു റൗണ്ട് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. നല്ല വലിയ ഹോട്ടലായിരുന്നു. ആ ഹോട്ടലെത്തിയപ്പോൾ എല്ലാ സീറ്റും ഫുള്ളായതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവസാനം ഗായ്സ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി.
പിന്നീട് ഞങ്ങൾ ഫുഡുകളെല്ലാം ഓർഡർ ചെയ്ത് സെറ്റാക്കി ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത് വന്നത് സൂപ്പായിരുന്നു, ചിക്കൻ സൂപ്പ്. അത് 2 തരം ഉണ്ടായിരുന്നു. ഒരെണ്ണം സ്വീറ്റ് ആയിട്ടുള്ളതും ഒരെണ്ണം സ്പൈസി ആയിട്ടുള്ളതും. രണ്ടും സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ആ സൂപ്പ് കഴിയുന്ന നേരം കൊണ്ട് നമ്മുടെ ഫുഡ് എത്തി. അമ്മയും വല്യച്ഛനും വല്യമ്മയും ഒക്കെ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതായിരുന്നു ആദ്യം വന്നത് തന്നെ. പിന്നെയാണ് ഗായ്സ് ഞങ്ങൾക്കുള്ള ഫുഡ് വന്നത്, നല്ല അടിപൊളി ചിക്കൻ കുഴിമന്തി. പിന്നെ ഗായ്സ് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓറഞ്ച് ജ്യൂസും പൈനാപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്തു. അപ്പോൾ ഗായ്സ് നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ മടങ്ങാനുള്ള പ്ലാൻ ഇടാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഡാമിൽ വെച്ചെടുത്ത വീഡിയോസൊക്കെ നമ്മൾ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.